തുനിഞ്ഞിറങ്ങിയോ തരൂർ എന്നാണ് ചോദ്യം. തുനിഞ്ഞിറങ്ങിയോ സുജയ? എപ്പോഴേ ഇറങ്ങി, ഇപ്പോഴാണോ ഇറങ്ങിയത് നിങ്ങളൊക്കെ കണ്ടതെന്നുള്ളതാണ് മറുചോദ്യം. അപ്പോൾ തരൂരിൻ്റെ ആ ഇറക്കവും ആ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള പ്രകടനങ്ങളും ഒക്കെ നമ്മൾ 2025 ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന മീഡിയ എഡിറ്റേഴ്സിൽ തന്നെ നമ്മളിതൊരു 5-ാം തവണയാണ് ഈ വിഷയം തരൂരിനെ കുറിച്ച്, തരൂരിൻ്റെ ഈ തുനിഞ്ഞിറക്കത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തുനിഞ്ഞിറക്കത്തിൻ്റെ 5-ാം എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ഈ തുനിഞ്ഞിറക്കത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എക്സിൽ ശശി തരൂർ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. റെബേക്ക കാറ്റ്സിൻ്റെ വീഡിയോ റീപോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തരൂർ എക്സിൽ. ദിസ് ഈസ് ഹൗ ഡെമോക്രസി ഷുഡ് വർക്ക്. ഫൈറ്റ് passionately for your point of view in elections with no rhetorical holds barred. But once it's over and the people have spoken, learn to cooperate with each other in the common interest of the nation you are both pledged to serve. I would love to see more of this in India and I am trying to do my part. ആ മൈ പാർട്ട് ആണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ശശി തരൂരിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് കോൺഗ്രസിനും മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി. ആ പാർട്ട് എങ്ങനെയാണ് തരൂർ ഇനി അങ്ങോട്ട് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് കോൺഗ്രസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണോ എന്നാണ് അറിയേണ്ടത്. കാരണം ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതിൽ നിന്ന് ശശി തരൂരിനെ കുറിച്ച് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണുള്ളത്. കാരണം കോൺഗ്രസിലെ BJPയുടെ അംബാസഡറാണ് ശശി തരൂർ നിലവിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ അങ്ങനെയാണ്. നമ്മൾ ദേശീയ രാഷ്ട്രീയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഒരു അംബാസഡറായി വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ച് വരികയാണ്. അത് ഏറ്റവും നന്നായി വിസിബിൾ ആയത് 2025 എന്തുകൊണ്ട് BJPയിലേക്ക് നേരിട്ട് തരൂർ എത്തുന്നില്ല? BJPക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ തങ്ങളുടെ ഒരു അംബാസഡർ നിൽക്കുന്നതാണ്. അതാണ് അവർക്ക് കൂടുതൽ. കോൺഗ്രസ്സുകാരൻ നരേന്ദ്രമോദിയെക്കുറിച്ച് നന്നായി പറയുന്നു. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം നരേന്ദ്രമോദി ഗംഭീരമാണെന്ന് പറയുന്നു. അതിന് കിട്ടുന്ന ഒരു ഇന്റർനാഷണൽ വാല്യൂ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് BJP വളരെ ക്ലവറായി തന്നെ ഉപയോഗിക്കുന്നുമുണ്ട് പലയിടങ്ങളിലും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശശി തരൂരിലേക്ക് വരാം. ശശി തരൂരിന്റെ പ്രായം എത്രയാണെന്നറിയോ? 69 വയസ്സേ ആയിട്ടുള്ളൂ. ആ 69-കാരന് ഐക്യരാഷ്ട്രസഭയും തിരുവനന്തപുരത്തെ ഒരു MP സ്ഥാനവും നേരത്തെ കിട്ടിയ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനവുമൊന്നുമല്ല. അതുക്കും മേലെ ലക്ഷ്യങ്ങളുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു നേതാവാണ് ശശി തരൂർ. ആ ലക്ഷ്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്ലോ പേസിലല്ല, ഇനി അങ്ങോട്ട് ആ പേസ് കൂടുമെന്നാണ് എൻ്റെ റീഡിംഗ്. ഇവിടെ അദ്ദേഹം നേരത്തെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു കുറുമുന്നണി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. MK രാഘവൻ MP ഒക്കെ അതിൽ വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ആളായി തന്നെ, അതുപോലെ തന്നെ NSS അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ആളായി തന്നെ ഇപ്പോഴും ടു ആൻ എക്സ്റ്റെൻറ്റ് അങ്ങനെ തന്നെയാണ് അവരുടെ രണ്ടുപേരുടെയും, NSSൻ്റെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും കാഴ്ചപ്പാട് നിൽക്കുന്നത്. ഇവിടെ KS ശബരിനാഥൻ, MK രാഘവൻ, ഒപ്പം മറ്റ് യുവ നേതാക്കൾ ഇവരെല്ലാം ചേർത്തുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് തൻ്റേതാക്കി വളർത്തിയെടുക്കാൻ, ഹൈക്കമാൻഡ് ഗ്രൂപ്പ് KC വേണുഗോപാൽ വളർത്തിയെടുത്തതുപോലെ ഇവിടെ ഒരു തരൂർ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പക്ഷേ അത് എവിടെ വെച്ചോ അതൊന്ന് പാളിപ്പോയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെയൊക്കെ കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ അത്രയും ആക്റ്റീവായി നിന്നാൽ തങ്ങൾക്കും പണി കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അവരൊന്ന് കുറച്ച് പിന്നിലേക്ക് വലിഞ്ഞതാകും. കാരണം നരേന്ദ്രമോദിയെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ആകാം. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ BJP വിമർശിക്കുന്ന അതേ രീതിയിൽ തന്നെ ശശി തരൂർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പറയുമ്പോൾ, ഹൈക്കമാൻഡിനെ തൊടുമ്പോൾ അത് തങ്ങൾക്കും പൊള്ളലേൽക്കുമെന്ന് കരുതി ഇവരൊക്കെ ഒന്ന് പിന്നോട്ട് വലിഞ്ഞതും ആകാമെന്നാണ് ഞാൻ കരുതുന്നത്. പണ്ടത്തെ സ്വരാജ് പാർട്ടി പോലെ എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ തരൂർ ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ നോക്കൂ, ഒവൈസിയെ ബീഹാറിൽ എങ്ങനെയാണ് NDAയുടെ ഭാഗമാക്കി മാറ്റുന്നത്? പലയിടങ്ങളിൽ പോയി ഒവൈസി വോട്ട് കട്ടറായി മത്സരിച്ചത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ്, NDAക്ക് വേണ്ടിയാണ് എന്നൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടപ്പോഴും ഒവൈസി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നത് അടക്കം വെച്ചുകൊണ്ടാണ് മറുഭാഗം അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് നോക്കൂ, ഇന്ന് അസദുദ്ദീൻ ഒവൈസി ചെയ്തത് എന്താണ്? നിതീഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒവൈസിയുടെ ഒവൈസിയെ പിന്തുണച്ചവരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദരായി പോവുകയാണ്. കേരളത്തിലടക്കം അസദുദ്ദീൻ ഒവൈസിയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഒറ്റ നിമിഷത്തിൽ നിശബ്ദരായി പോവുകയാണ്. അസദുദ്ദീൻ ഒവൈസി ആ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിൽ പോലും NDA നടത്തിയ ആ ഒരു കടന്നുകയറ്റം, അതിലൂടെയാണ് ഒവൈസി. എന്നാൽ പിന്നെ നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ച ഉപമ കൃത്യമാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് എന്ന് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അസദുദ്ദീൻ ഒവൈസി ഇന്ന് ആ പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന കപ്പലിൽ വിള്ളൽ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് മുന്നണി വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്തെങ്കിലും ആയാലോ, നമുക്കൊരു സ്പീഡ് ബോട്ട് മതി, ഒരു വലിയ കപ്പലൊന്നും ഓടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് സ്പീഡ് ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, വലിയൊരു കപ്പലാണ്, അത്രയും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയാണ്, കോൺഗ്രസ് നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ അതിനകത്തുള്ള ആ കപ്പൽ നിയന്ത്രിക്കുന്ന ആളുകൾ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ സ്പീഡ് ബോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരും. ഇന്ത്യ മുഴുവൻ പടർന്നു കിടന്നിരുന്ന, നേരത്തെ ആൻഡ്രൂ സാർ സൂചിപ്പിച്ചതുപോലെ നല്ല വോട്ട് ഷെയർ, ഇത്രയൊന്നും അല്ല വോട്ട് ഷെയർ. അപ്പോൾ എത്ര ഉയർച്ചയിൽ നിന്നാണ് ഇപ്പോൾ താഴേക്ക് ഇറക്കം തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയണം. തരൂർ അത് തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓഫ് ദ സെന്റർ ആണ്. അതായത് കോൺഗ്രസിന്റെ ഒരു പരമ്പരാഗത കാഴ്ചപ്പാടിൽ നിന്ന് മാറിക്കൊണ്ട് ലെഫ്റ്റ് ഓഫ് ദ സെന്റർ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. അവിടെ അപ്പോൾ
തരൂർ നിൽക്കുന്നത് എവിടെയാണ്? തരൂർ ഹ്യൂമിലിയേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹ്യൂമിലിയേറ്റഡ് ആയി നിൽക്കുന്ന ഒരാൾ എന്താണ് ചെയ്യുക എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പിളാണ് നമ്മൾ തരൂരിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് ആദ്യം മുതൽ തന്നെ നേരിട്ട അപമാനങ്ങൾ അയാളെ ഇങ്ങനെയൊരു BJPയുടെ ഒരു അംബാസഡറായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുക എന്നുള്ള ഒരു സൂയിസൈഡലാണ് അറ്റംപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BJP എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വാദത്തിന് വേണ്ടി ഉന്നയിക്കാമെങ്കിലും BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ കൃത്യമായ ലക്ഷ്യം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് തരൂർ ഇറങ്ങാതെ അവിടെ തുടരുന്നത്. കോൺഗ്രസ് ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു വെൽക്കം അപ്പുറത്ത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. വെൽ പ്ലേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും തരൂർ BJPയിൽ ഉണ്ടാവുക. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. കാരണം BJPക്ക് ഒരു ഗുഡ് ക്യാച്ച് ആണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. കാരണം അത്രയും ഒരു സ്റ്റേറ്റ്സ്മാനെയാണ് കിട്ടുക. അപ്പോൾ അതൊരു നല്ല ക്യാച്ചാണ്. ഒരു എത്ര ചെലവിട്ടാലും അതായത് ഏത് പദവി കൊടുത്താലും കുഴപ്പമില്ലാത്ത ഒരു ക്യാച്ചായി തന്നെയാണ് തരൂർ നിൽക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അവർക്ക് ആവശ്യം ഇപ്പോൾ കോൺഗ്രസിനുള്ളിലാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ തന്നെ തുടരട്ടെ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ കോഫി അനൻ തരൂർ ടീമിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആ സമയത്തൊക്കെ വന്നിട്ടുള്ള ചില വിമർശനങ്ങളൊക്കെയുണ്ട്. അതൊക്കെയാണോ BJPക്കുള്ളിലെ ഒരു വിഭാഗത്തിന് ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഉള്ളത് എന്നതും അറിയില്ല. അതുകൊണ്ടാണോ ഈ തീരുമാനം വൈകുന്നത് എന്നതും അറിയേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ സോണിയാഗാന്ധിയെ CBCയുമായി ബന്ധപ്പെട്ട RC ബിഷപ്സ് അടക്കമുള്ള ആളുകൾ പോയി കണ്ടു. കാത്തലിക് ബിഷപ്സ് അടക്കം പോയി കണ്ടു എന്നുള്ളത് ഇങ്ങനെ ഒരു അന്തപ്പുര കഥയായി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശരിയാണെങ്കിൽ സോണിയാഗാന്ധി തനിക്ക് തരൂരിനോട് എതിർപ്പൊന്നുമില്ല, തരൂരിനെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം റോമൻ കാത്തലിക് ആ ഒരു ഫ്രട്ടേണിറ്റിക്കുള്ളിൽ തരൂർ ഒരു അക്സെപ്റ്റബിൾ ലീഡറാണ്. കാരണം ഇപ്പോഴുള്ള നേതൃത്വം ഒന്നും പോരാ. കേരളത്തിൽ ഭരണത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോകണം എന്ന് ആവശ്യപ്പെട്ടവരിൽ അവരുമുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ KC വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന ഇപ്പോഴത്തെ ഹൈക്കമാൻഡ്, സോണിയാഗാന്ധിയുടെ ഡിസിഷൻ മാത്രമല്ലല്ലോ. അപ്പോൾ ആ ഒരു ഹൈക്കമാൻഡിന് തരൂരിനെ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ തരൂര് ഈ ബിഷപ്പുമാർ വഴി അങ്ങനെ ഒരു വഴിയും വെട്ടിനോക്കിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരണം. പോയി സോണിയാഗാന്ധിയെ കണ്ട ആളുകളൊക്കെ അടുത്താണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. തരൂരിന് വേണ്ടി വീണ്ടും ഒന്നുകൂടി ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമോ? അതും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആ പ്രതികരണങ്ങളും ഒരുപക്ഷെ വന്നുകൂടായികയില്ല. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ പ്രവർത്തക സമിതിയിൽ അംഗമാണ്. പക്ഷേ പ്രവർത്തനമില്ലാതെ എത്ര കാലം ഇങ്ങനെ തരൂർ അതിനകത്ത് തുടരും? തരൂരിനെ അങ്ങനെ കുറേ നാൾ കൊണ്ട് നടന്നിട്ട് എന്താണ് കാര്യം? നമുക്ക് എന്തെങ്കിലും ഒരു യൂസ് വേണ്ടേ? നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കണ്ടേ? ആ പ്രോഡക്റ്റ് അവിടെ വെറുതെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ചിതലരിച്ച് പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഇറങ്ങി വേറെന്തൊക്കെയോ പ്രവർത്തിക്കുന്നു. അത് പാർട്ടിക്ക് കൂടുതൽ ഭീഷണിയായി മാറുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ആമുഖമായിട്ട് തരൂരിൻ്റെ പോസ്റ്റ് വായിച്ചല്ലോ. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്. മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ CPMന്റെ മാത്രം മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ LDFന്റെ മാത്രം മുഖ്യമന്ത്രിയാണെന്ന് ഞാൻ കരുതുന്നില്ല. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ NDAയുടെ മാത്രം പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ കരുതുന്നില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത് തന്നെയാണ് തരൂർ പറഞ്ഞതും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയാലും അതുപോലെ തന്നെ മംദാനി ആയാലും വ്യത്യസ്തമായ ആശയങ്ങൾ മുൻനിർത്തി തങ്ങളുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. അതുപോലെ പരസ്പരം ഫൈറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിലെ പോരാട്ടം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരേണ്ടത് എന്താണ്? തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള താല്പര്യമാണ്. ആ രാജ്യ താല്പര്യത്തെക്കുറിച്ചാണ് തരൂർ പറഞ്ഞത്. രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യത്തിനായി പ്രവർത്തിക്കുക, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യ താല്പര്യത്തിനായി നിൽക്കുന്നയാളാണ് നരേന്ദ്രമോദി എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ 11:30 ഇട്ട ആ ഒരു എക്സ്പോസിൽ നിന്ന് ഒരുപാട് അതിവായനയിലേക്ക് പോകുന്നതിനപ്പുറം തരൂരിന്റെ ഭാഗത്തും ന്യായമില്ലേ എന്ന് ചോദിച്ചാൽ ന്യായമുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഇപ്പോൾ കോൺഗ്രസിന്റെ ബീഹാറിലെ പരാജയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും തങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ലെന്ന് കോൺഗ്രസിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഏറ്റവും ഒടുവിലത്തെ വിധിയാണ് നമ്മൾ ബീഹാറിലെ ജനവിധിയായിട്ട് കണ്ടത്. ഇന്ദിരാഗാന്ധിയുടെ ഒരു പാറ്റേണും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി നീലം സഞ്ജീവ് റെഡ്ഡിക്കെതിരെ VV ഗിരിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അന്ന് ബാംഗ്ലൂരിലെ AICC സമ്മേളനത്തിൽ 1969 വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായതാണ് 1961. അതുപോലെ തന്നെയാണ് ഖർഗെക്കെതിരെ തരൂർ മത്സരിച്ചതും. അതിനെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞ നിങ്ങളുടെ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് MPമാരോട് പറഞ്ഞത്. അവരതനുസരിച്ച് ചെയ്തു. അപ്പോൾ നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു ഔദ്യോഗിക പക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. പക്ഷേ ജയിച്ചത് VV ഗിരിയാണ്. അതൊക്കെ നമ്മുടെ ചരിത്രമായി മുന്നിലുണ്ട്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തതിന് അപ്പുറം ഒന്നും എന്തായാലും തരൂര് ഖർഗെക്കെതിരെ മത്സരിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ DK ബറുവയെ പോലെ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനൊന്നും തരൂരിനെ കിട്ടില്ല. അതുകൊണ്ട് ഗാന്ധി നെഹ്റു കുടുംബത്തിനെതിരെ അദ്ദേഹത്തിന്റെ വിമർശനം തുടരുക തന്നെ ചെയ്യും. അത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണെന്നേ. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയിൽ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്തായാലും കോൺഗ്രസ് ഇനി തരൂരിനെ നിർത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആക്ഷൻ അത് സൂൺ ആയിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. പക്ഷേ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത്. ഇത് ശശി തരൂർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടല്ലല്ലോ ഈ പറയുന്നത്. പക്ഷേ 1000-ലധികം വോട്ട് കിട്ടിയല്ലോ.
പക്ഷേ അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലല്ലേ അത്രയും വോട്ട് കിട്ടും. അതുകൊണ്ടല്ലേ പ്രവർത്തക സമിതി എന്ന നിലയിൽ അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തത്. അഡോപ്റ്റ് ചെയ്യല്ല, അത് എതിരെ മത്സരിച്ചാൽ ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്തണം എന്നുള്ളത് അതാ ആ പാർട്ടിയുടെ ജനാധിപത്യ മര്യാദയാ, അല്ലാതെ വീട്ടിൽ പോയി ഇരുത്തല്ല. അങ്ങനെയല്ല, മത്സരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. 80 വയസ്സ് പൂർത്തിയായി, അല്ല 80 വയസ്സല്ലേ പൂർത്തിയാവുന്നത് ബിജെപിക്ക് പൂർത്തിയായാൽ വീട്ടിലിരുത്തും എന്ന് പറഞ്ഞു. 75 വയസ്സ് പൂർത്തിയായാൽ മണ്ഡലിൽ കൊണ്ട് ഇരുത്തുകയല്ല ചെയ്യുക. അത് പാർട്ടിക്ക് എതിരാവുന്ന ആളുകളെ 75 വയസ്സാവുമ്പോൾ മണ്ഡലിൽ കൊണ്ട് ഇരുത്തുന്ന പരിപാടി കോൺഗ്രസിനില്ല. Meet the editors.